നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. മന്ത്രി കെ രാധാകൃഷ്ണനെ രൂക്ഷമായി വിമർശിച്ച് കെ മുരളീധരൻ MP. സ്കൂൾ കെട്ടിട വികസനം കൊട്ടിഘോഷിക്കുന്ന മന്ത്രിയുടെ നാട്ടിൽ തന്നെ സർക്കാർ വിദ്യാലയം നിലം പൊത്തിയെന്നും ഇതെല്ലാം ശബരിമല വിഷയത്തിൽ പോലും കള്ളം പറഞ്ഞതിന്റെ ഫലമാണെന്നും മുരളീധരന്റെ ആക്ഷേപം. UDFന്റെ കുറ്റവിചാരണ സദസ്സ് ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവൻകുട്ടി പറഞ്ഞു, സർക്കാർ സ്കൂളുകളുടെ ഭംഗി കണ്ടിട്ട് അവിടെ മുറിയെടുക്കാൻ ആൾക്കാർ ചെന്നു അത്രേ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രാധാകൃഷ്ണൻ്റെ ചേലക്കരയിൽ തന്നെ ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞ് താഴോട്ട്. എന്തോ കുട്ടികളുടെ ഭാഗ്യം, രക്ഷിതാക്കളുടെ ഭാഗ്യം, ആർക്കൊന്നും പറ്റിയില്ല, കെട്ടിടം പോയി. ഞാൻ ചോദിക്കുന്നത്, MLA-മാർക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്, അന്ന് ഞാൻ MLA, അന്ന് മാണി സാർ ധനകാര്യമന്ത്രി, MLA-മാർക്കന്ന് അതുവരെ 75 ലക്ഷമായിരുന്നു വികസന ഫണ്ട്. അത് 5 കോടിയാക്കുകയും അത് 5 കോടി ആസ്തി ഫണ്ടാക്കുകയും 1 കോടിയുടെ സ്പെഷ്യൽ ഫണ്ടും തന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഒരു MLA-ക്ക് സ്വന്തം നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കാൻ 6 കോടിയുണ്ട്. ഞാൻ വട്ടിയൂർക്കാവിൽ 8 വർഷം കഴിഞ്ഞ് ഞാൻ MP ആയിട്ട് പോകുമ്പോൾ ആ നിയോജകമണ്ഡലത്തിലെ 98% സർക്കാർ വിദ്യാലയങ്ങൾക്കും കെട്ടിടം പണിതിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേര്. സംശയം ഉണ്ട്, ഇത് തള്ളല്ല, അവിടെ പോയി നോക്കിയാൽ മതി. തെളിവുണ്ട് ചൂണ്ടിക്കാണിക്കാൻ. നമ്മളൊക്കെ തള്ളലല്ല, വികസനം ചൂണ്ടിക്കാണിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഒരു സർക്കാർ വിദ്യാലയം, അതൊരു മന്ത്രി, എത്ര കാലമായി അദ്ദേഹം മന്ത്രി സ്പീക്കറുമായിട്ട്? ആദ്യം തന്നെ MLA ആയിട്ടില്ല, ആദ്യം തന്നെ മന്ത്രിയായി, പിന്നെ സ്പീക്കറായി, ഇപ്പം വീണ്ടും മന്ത്രിയായി. അങ്ങനെയുള്ള രാധാകൃഷ്ണൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സർക്കാർ വിദ്യാലയം നിലം പൊത്തി എന്ന് പറഞ്ഞാൽ ആർക്കാ അതിൻ്റെ നാണക്കേട്? അതെന്താ കുഴപ്പമറിയോ? എന്താ പറ്റിയറിയോ? സാധാരണ ഞാൻ വിചാരിച്ചു രാധാകൃഷ്ണൻ നുണ പറയാത്ത ആളെന്നാണ് വിചാരിച്ചത്. കമ്മ്യൂണിസ്റ്റിൻ്റെ കുഴപ്പമുണ്ടെങ്കിലും നുണ പറയില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ വൃശ്ചിക മാസത്തിൽ നുണ പറഞ്ഞു. കാരണം ഇത്തവണ ശബരിമലയിലേക്ക് ചരിത്രത്തിലാദ്യമായി ശബരിമല ദർശനത്തിന് പോയ അയ്യപ്പന്മാരിൽ പലരും ദർശനം നടത്താതെ വഴിയിൽ വെച്ച് മടങ്ങി. എന്താ മടങ്ങാൻ കാരണം അറിയോ? പമ്പ മുതൽക്ക് നിലയ്ക്കൽ മുതൽ തടയാൻ തുടങ്ങി. അവിടെ പോകുന്ന വഴിക്ക് ലാഹ എസ്റ്റേറ്റ് ഉണ്ട്, ലാഹ മുതൽ തടയാൻ തുടങ്ങി. ഒരാൾ ശബരിമല ദർശനം കഴിഞ്ഞ് വരുമ്പോൾ 48 മണിക്കൂറിൽ കൂടുതൽ സമയമായി. അതുകൊണ്ട് പലരും മടങ്ങി. ആദ്യമായിട്ട് ഒരു കൂട്ടർ പന്തളത്ത് ചെന്നു. പന്തളത്ത് ചെന്ന് മാല ഊരി അവിടുത്തെ വിഗ്രഹത്തിൽ ചാർത്തി കെട്ട് തുറന്ന് നെയ്ത്തേങ്ങ പുറത്തെടുത്ത് അത് പൊട്ടിച്ച് അതിലുള്ള നെയ്യ് അവിടുത്തെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, സ്വാമി ഇനി ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലിരുന്ന് കണ്ടോളാം, ഇനി സന്നിധാനത്തിലേക്കില്ല. നമ്മൾ ആലോചിച്ച് എന്തൊരു നാണക്കേടാണ്. എന്നിട്ട് രാധാകൃഷ്ണൻ പറയാം, ഇതൊക്കെ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. സാധാരണ ദർശനത്തിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി ഇരുന്ന് 5 കൊല്ലക്കാർ അദ്ദേഹം സന്നിധാനത്തിലേക്ക് പോയിരുന്നു. ഈ വൃശ്ചികമാസത്തിന് മുമ്പ് അദ്ദേഹം എല്ലാ വർഷവും ശബരിമല സന്നിധാനത്തിൽ യോഗം വിളിക്കാറുണ്ട്. അദ്ദേഹം നടന്നു പോയിരുന്നു. അവിടെ ചെന്ന് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് എത്ര പേര് വരാൻ മൊത്തത്തിൽ ഒരു അവലോകനം നടത്തും. എത്ര സാധാരണ കഴിഞ്ഞ വർഷം എത്ര പേര് വന്നു, ഈ വർഷം എത്ര പേര് പുതിയതായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള കണക്കെടുത്ത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഇത്തവണ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം എല്ലാം ബസ്സിലങ്ങ് പോവല്ലേ, എല്ലാത്തിനും ബസ്സിൽ എത്തിയിട്ടല്ലേ യാത്ര. അയ്യപ്പന്മാരെ ദ്രോഹിച്ചു. ഇതിനു പുറമെ നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി എന്താ? ഞാനിവിടെ വന്നപ്പോഴാണ് കേട്ടത്, താലൂക്ക് ആശുപത്രിയിൽ മറ്റേ ഡയാലിസിസിൻ്റെ യൂണിറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് വരേണ്ട സ്ഥലം സർക്കാർ ആശുപത്രിയല്ലേ? ഒരു മന്ത്രിയുടെ അതും ഏറ്റവും സീനിയറായ മാർക്സിസ്റ്റ് പാർട്ടിയിലെ 2ാമനായ രാധാകൃഷ്ണ നിയോജകമണ്ഡലത്തിൽ എന്താണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോഴും തുടങ്ങാൻ കഴിയാത്തത്?